എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വെൽക്കം. ഇന്ന് ഞാനൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് മന്തിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ഈസിയാണ്, കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് കഴുകി വെച്ച ബീഫ് ചേർക്കാം. അതിലേക്ക് 2 ഉള്ളിയും 2 ക്യാപ്സിക്കവും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. എന്നിട്ട് കുറച്ച് പുതിന ഇലയും കുറച്ച് മല്ലിച്ചപ്പും കട്ട് ചെയ്തിട്ട് ചേർക്കാം. എന്നിട്ടൊരു 1.5 മാഗി ക്യൂബ് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ അറബിക് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ ഹോളായിട്ടാണ്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ക്രഷ് ചെയ്തത് ചേർക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് നോക്കണം, നമ്മൾ മാഗി ക്യൂബ് ചേർത്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂണ് ലെമൺ ജ്യൂസും ചേർക്കണം. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ കൈകൊണ്ട് നല്ല മസാല ഒക്കെ ബീഫിൽ പിടിക്കുന്നത് വരെ മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ കാണിച്ച അറബിക് മസാല ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എനിക്ക് കമൻറ്റിൽ അറിയിക്കാം. ബീഫൊക്കെ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഞാൻ മയോണൈസും ടൊമാറ്റോ ചട്നിയും റെഡിയാക്കി വെച്ചു. മന്തിക്ക് ആവശ്യമുള്ള റൈസും ഞാൻ റെഡിയാക്കി വെച്ചു. റൈസിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല. വെള്ളം തിളക്കുമ്പോൾ സ്പൈസസും ഉപ്പും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ച ബസ്മതി അരി ഒരു 80% കുക്ക് ചെയ്തെടുക്കാം. ബീഫ് വെന്ത പിന്നെ അതിൻ്റെ പീസ് മാത്രം മാറ്റിയിട്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതേ കുക്കറിലേക്ക് നമ്മൾ വേവിച്ച റൈസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വേണമെങ്കിൽ റെഡ് ഫുഡ് കളർ ചേർക്കാം, ഓപ്ഷണലാണ്. ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇവിടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 4-5 പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുത്ത ബീഫ് ഇതിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുക. ലാസ്റ്റ് നമുക്കൊരു സ്മോക്കി ഫ്ലേവറും കൂടി കൊടുക്കണം. കുറച്ച് ചാർക്കോൾ നല്ല ചൂടാക്കിയിട്ട് അതൊരു കപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. നമ്മൾ ഈസി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബീഫ് മന്തി റെഡിയായി കിട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് എങ്ങനെയുണ്ട് എൻ്റെ റെസിപ്പി എന്നൊന്ന് അറിയിക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.